നമസ്കാരം. LDF-ലെയും UDF-ലെയും പല പാർട്ടികളിൽ നിന്നും ഒതുക്കപ്പെട്ടവരും ഒതുങ്ങിക്കൂടിയവരുമായ നേതാക്കളെ ഒപ്പം കൂട്ടി തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ ശക്തമായൊരു രാഷ്ട്രീയ പാർട്ടിയായി കെട്ടിപ്പടുക്കുക എന്നതാണ് PV അൻവറിന്റെ പുതിയ ദൗത്യം. CPM വിരോധം എന്ന അജണ്ടയിൽ മലയോര മേഖലയിലെ കർഷകർ ഉൾപ്പെടെ വിവിധ ജനവിഭാഗങ്ങളെ പാർട്ടിയിലേക്ക് അണിചേർക്കാനാവുമെന്നാണ് അൻവറിന്റെയും ഒപ്പമുള്ളവരുടെയും വിശ്വാസം. തൃണമൂൽ കോൺഗ്രസിന്റെ പശ്ചിമ ബംഗാളിലെ സീറ്റിൽ അൻവർ രാജ്യസഭാ അംഗമാകാനും സാധ്യതയുണ്ട്. വിവിധ കേരള കോൺഗ്രസുകളിൽ നിന്നുള്ള ഒറ്റയൊറ്റ നേതാക്കളിൽ പലരുമായും അൻവറും ഒപ്പമുള്ളവരും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. NCP പോലുള്ള ചില പാർട്ടികളിലെ ചില നേതാക്കളും ചില മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവരും ഒപ്പം ചേരാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് അൻവറിനൊപ്പമുള്ള ചില നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസിനുള്ളിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നും ഒറ്റപ്പെട്ടവരും ഒതുക്കപ്പെട്ടവരുമായ ചില പ്രാദേശിക നേതാക്കളും പുതിയൊരു രാഷ്ട്രീയ സാധ്യതയായി തൃണമൂലിനെ കാണുന്നുണ്ട്. മുൻപ് ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നവരും ഇടത് രാഷ്ട്രീയ നിലപാടാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നവരുമായ ഒരു വിഭാഗവുമുണ്ട്. ഇപ്പോൾ LDF-നെതിരായ നിലപാടെടുക്കുന്ന ഈ വിഭാഗത്തെ ആകർഷിക്കാൻ കൂടിയാണ് പിണറായി സത്തിനെതിരായ നിലപാട് എന്നാണ് അൻവർ ആവർത്തിച്ചു പറയുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള തിരഞ്ഞെടുപ്പിൽ ആഴ്ന്നിറങ്ങി പ്രവർത്തിച്ച് സംസ്ഥാനത്ത് ഒട്ടേറെ ഇടങ്ങളിൽ സാന്നിധ്യം അറിയിക്കാനാവുമെന്നാണ് അൻവറിനൊപ്പമുള്ളവരുടെ വിശ്വാസം. ഇടയ്ക്കൊന്ന് മന്ദീഭവിച്ച DMK-യെ സംസ്ഥാന തലത്തിൽ പുനരുജ്ജീവിപ്പിക്കുകയാണ് ഇനി തൃണമൂലിന്റെ ലക്ഷ്യം. ബംഗാളിന് പുറത്ത് കഴിയുന്നത്ര ഇടങ്ങളിൽ വേരുപടർത്തി കൂടുതൽ ദേശീയ പ്രസക്തിയുള്ള പാർട്ടിയായി തൃണമൂൽ കോൺഗ്രസിനെ മാറ്റുകയാണ് മമതാ ബാനർജിയുടെ ലക്ഷ്യം. CPM വിരോധമാണ് മമതയുടെയും അൻവറിന്റെയും പൊതുഘടകം. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും നിലമ്പൂർ ഏറനാട് പ്രദേശങ്ങളിലെ പല പഞ്ചായത്തുകളിലും ഇടതുമുന്നണിയിലെ ഒരു വിഭാഗം അംഗങ്ങൾ ജയിച്ചു കയറിയത് അൻവറിന്റെ പിന്തുണയിലാണ്. അവരിൽ പകുതി പേർ പഴയ കൂറോടെ ഒപ്പം നിന്നാൽ തന്നെ പ്രാദേശികമായി ചെറുതല്ലാത്ത ശക്തിയാകും അൻവറിനുണ്ടാവുക. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നതോടെ അത്തരം വേരുകൂറുകൾ വെളിപ്പെടുകയും ചെയ്യും. മുമ്പ് ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് വാർഡുകളിൽ വിജയം നേടിയതിനേക്കാൾ എളുപ്പമായിരിക്കും UDF-നൊപ്പം നിന്നുള്ള പ്രവർത്തനമെന്നാണ് അൻവറിനൊപ്പമുള്ളവർ പറഞ്ഞത്. അതോടൊപ്പം UDF അനുവദിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ മത്സരിക്കുമെന്നും PV അൻവർ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അടുത്ത തിരഞ്ഞെടുപ്പിലും പിണറായി മത്സരിക്കും. അദ്ദേഹം എവിടെ മത്സരിക്കുന്നുവോ അവിടെ മത്സരിക്കാൻ തയ്യാറാണെന്നും അൻവർ പറഞ്ഞു. ഉറച്ച കോട്ടകളൊക്കെ ഉണ്ടായിരുന്നു, ഇളക്കം തട്ടില്ല, തൊടാൻ പറ്റില്ല എന്ന് പറയുന്ന കാലമൊക്കെ കഴിഞ്ഞെന്നും അൻവർ പറഞ്ഞു. ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോഴുള്ളതെല്ലാം ഇളകിയ കോട്ടകളാണ്, അടിത്തറ ഇളകിയ കോട്ടകൾ. പിണറായിയെ താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിനാണ് UDF-ന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ തുടരും. എനിക്ക് എത്ര സീറ്റ് വേണം, ആ സീറ്റ് വേണം എന്നൊക്കെ പറയാൻ കഴിയുമോ? അതൊക്കെ അവരാണ് മാന്യമായി പരിഗണിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല, പാർലമെന്ററി രാഷ്ട്രീയ രംഗത്ത് നിന്ന് പിന്മാറിയെന്നോ ജീവിതത്തിൽ ഇനി ഒരിക്കലും മത്സരിക്കില്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയുകയുമില്ല, അതിന് സാധ്യവുമല്ല. എന്റെ രാജി കൊണ്ട് ഒരു തിരഞ്ഞെടുപ്പാണ് വന്നിരിക്കുന്നത്, എന്നാൽ അതിനു മുൻപ് കൂടുതൽ രാജി വന്നേക്കാം. അവിടങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് വരാൻ സാധ്യതയുണ്ട്. അവിടെയും UDF-ന് നിരുപാധിക പിന്തുണ തന്നെയായിരിക്കും ലഭിക്കുക. തൃണമൂൽ കോൺഗ്രസിനെ UDF-ലെടുക്കാൻ മാത്രം ഒരു ചർച്ചയും നടന്നിട്ടില്ല. നിലമ്പൂരിൽ ഇനി മത്സരിക്കേണ്ട കാര്യവുമില്ല, കൂടുതൽ പേർ തൃണമൂലിലേക്ക് വരും. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ 100% പിന്തുണയ്ക്കും. VS ജോയ് മത്സരിച്ചാൽ 30,000 വോട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷം ഉണ്ടാവും. എന്നാൽ ഈ ഭൂരിപക്ഷം ഷൗക്കത്തിന്റെ കാര്യത്തിൽ ഏൽക്കാൻ സാധ്യതയില്ല. ജോയ്ക്ക് എങ്ങനെ പണിയെടുക്കുന്നോ അതുപോലെ ഷൗക്കത്തിനായും പണിയെടുക്കണം. വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് വോട്ടർമാരാണ്. ഷൗക്കത്തുമായി ഒരു പ്രശ്നവുമില്ല, അദ്ദേഹം അടുത്ത സുഹൃത്തും ബന്ധുവുമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി സത്തിന്റെ അവസാന ആണിയാണ് അടിക്കാൻ പോകുന്നത് അൻവർ പറഞ്ഞു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.